ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പന്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ വേദമൂർത്തികളുടെ പ്രാർത്ഥനയാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വേദമൂർത്തികൾ പ്രാർത്ഥന തുടർന്നും ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചു. അവിടുത്തെ നിർവ്യക്ത ആകാരം വേദങ്ങളിൽ വിവരിക്കുന്നുണ്ട്. അവിടത്തേക്ക് കൈകളില്ല, എങ്കിലും അങ്ങയ്ക്ക് സമർപ്പിക്കുന്ന സർവ്വ ബലികളും സ്വീകരിക്കാൻ അങ്ങയ്ക്ക് കഴിയും. അങ്ങയ്ക്ക് കാലുകളില്ല, എങ്കിലും ആരെക്കാളും വേഗം നടക്കാൻ അങ്ങയ്ക്കാകും. കണ്ണുകളില്ലെങ്കിലും ഭൂതഭാവി വർത്തമാനങ്ങളിലെ സംഭവങ്ങളെല്ലാം കാണാൻ കഴിയും. ചെവികളില്ലെങ്കിലും പറയുന്നതെല്ലാം കേൾക്കാനാകും. അവിടേക്ക് മനസ്സ് ഇല്ലെങ്കിലും എല്ലാവരെയും അവരുടെ ഭൂതഭാവി വർത്തമാനങ്ങളെ പ്രവർത്തനങ്ങളും അവിടുന്ന് അറിയുന്നുമുണ്ട്. എന്നിട്ടും അങ്ങ് ആരാണെന്ന് അവരാരും അറിയുന്നുമില്ല. അങ്ങ് എല്ലാവരെയും അറിയുന്നു, ആരും അങ്ങേ അറിയുന്നില്ല. അതിനാൽ അങ്ങാണ് ഏറ്റവും പുരാതനവും ശ്രേഷ്ഠനുമായിരിക്കുന്ന വ്യക്തി. ഭഗവാൻ അവ്യക്ത സ്വരൂപമായിട്ട് പ്രത്യേക ഒരു ശരീരമില്ലാതെ തന്നെ ഈ ലോകത്ത് നടക്കുന്ന അണു ചലന വിചലനങ്ങളെ മുഴുവൻ, ഗതിവിഗതികളെ മുഴുവൻ, മനസ്സിന്റെ ചലനങ്ങളെ പോലും മുഴുവൻ സൃഷ്ടിയിൽ എന്തൊക്കെയുണ്ടോ സകല ചരാചരങ്ങളുടെയും പ്രവർത്തനങ്ങളെ പറ്റി അവബോധത്തോടെയാണ് ഭഗവാൻ വിരിക്കുന്നത്. നമുക്കിതെല്ലാം ഉണ്ടായിട്ടും വ്യക്തമായിട്ട് ഈ ശരീരത്തിൽ, പ്രപഞ്ച സൃഷ്ടിയായിരിക്കുന്ന ശരീരത്തിൽ തന്നെ ഈശ്വരൻ ഉള്ളതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും നമ്മളിൽ പ്രത്യക്ഷ രൂപേണ ഉണ്ടായിട്ടും നമ്മൾ ഈശ്വരനെ യഥാർത്ഥത്തിൽ അറിയേണ്ട വിധത്തിൽ അറിയുന്നില്ല എന്നതാണ് പ്രധാന പ്രശ്നവും. കാരണം എന്താ, നമുക്ക് കിട്ടിയിരിക്കുന്ന ഈശ്വരീയമായിട്ടുള്ള ഈ ഗുണങ്ങളെല്ലാം, ഇപ്പൊ ഇതിൽ പറഞ്ഞ എല്ലാ ഗുണങ്ങളും നമ്മളിലുണ്ട്. നമുക്ക് കാണാതെ കാണാൻ സാധിക്കും, കേൾക്കാതെ കേൾക്കാൻ സാധിക്കും. ഇന്ദ്രിയങ്ങളുടെ ഒക്കെ ശക്തി ദേവതാസങ്കല്പത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഒക്കെ ഈശ്വരീയ ഗുണങ്ങളാണ്. ശരീരത്തിലുള്ള അണുവും ഭഗവാന്റെ അപരാശക്തി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യമായിട്ടിരിക്കുന്ന യഥാർത്ഥ ഈശ്വര ശക്തി, പരാശക്തിയായിട്ട് നമ്മളിലുണ്ട്. പക്ഷേ നമ്മൾ ഇതൊന്നും അറിയുന്നില്ല. നമ്മൾ എന്തുകൊണ്ടാണ് അറിയാതിരിക്കുന്നത്? നമ്മൾ ഈ മായാലോകത്തിലാണ്. ഈ ഭൗതിക ശക്തികൾക്ക് അടിമയായിട്ട് നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം ഒരിക്കലും ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കില്ല. അതിനു വേണ്ടിയിട്ട് എത്രയൊക്കെ പ്രത്യക്ഷ ഭക്തി, എത്ര തീർത്ഥാടനം നടത്തിയാലും ഈ കാട്ടിക്കൂട്ടലൊന്നും മതിയാകുകയില്ല. അതൊക്കെ ആധ്യാത്മികത്തെ വ്യർത്ഥമായ പ്രവർത്തനങ്ങളാണ് എന്ന് ഭഗവാൻ ഗീതയിൽ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ മനുഷ്യന് കിട്ടിയിരിക്കുന്ന ഈ വിശേഷ ബുദ്ധി, വിശേഷ ശക്തികളെ നമ്മൾ ആദ്യം തന്നെ നമ്മളിലൂടെ തന്നെ സാക്ഷാത്കരിക്കണം. അപ്പോഴേ നമുക്ക് മറ്റുള്ളതെല്ലാം ഈശ്വരനെ കാണാൻ സാധിക്കുകയുള്ളൂ. അത് പ്രായോഗിക തലത്തിൽ ഈശ്വരീയ ഗുണങ്ങളെ നമ്മുടെ ചിന്തയിലും വാക്കിലും നമുക്ക് കാണാൻ പറ്റത് കാണാൻ സാധിക്കണം, കേൾക്കാൻ പറ്റാത്തത് കേൾക്കാൻ സാധിക്കണം. നമ്മുടെ മൂന്ന് കാലങ്ങളെയും, ഭൂതവും വർത്തമാനവും ഭാവിയും നമുക്ക് തന്നെ മനസ്സിലാക്കാനുള്ള ശക്തിയുണ്ട്. അത് തിരിച്ചറിയണം. അവനവനെ തിരിച്ചറിയലാണ് ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനവസാദേത് എന്ന് പറഞ്ഞല്ലോ. അതിന് ഈ മൂടുപടമൊന്ന് മാറ്റണം. ആത്മാവിനെ ഉണർത്തുക, ഉയർത്തിക്കൊണ്ടുവരിക. അപ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വരൂപത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. നമ്മുടെ സ്വരൂപത്തെ എന്ന് വരെ തിരിച്ചറിയുന്നില്ലയോ അന്ന് വരെ നമുക്ക് ഈശ്വരനെയും തിരിച്ചറിയാൻ സാധ്യമല്ല. നമ്മളെ തിരിച്ചറിഞ്ഞാൽ, നമ്മുടെ ശക്തികളെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ പിന്നെ ഈശ്വരനെ തിരിച്ചറിയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, അനായാസമാണെന്നർത്ഥം. അത് നാം തന്നെയാണ് എന്ന് സാക്ഷാത്കരിക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ് ഈശ്വര സാക്ഷാത്കാരം. അതിൻ്റെ 50% ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക ശക്തികൾക്ക് അടിമയായിക്കൊണ്ട് മായയിൽപ്പെട്ട് ജീവിതം വ്യർത്ഥമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് വേദം എന്നാണ് പറയുന്നത്. അതുതന്നെയാണ് വേദമൂർത്തികൾ ഭഗവാന്റെ മുമ്പിൽ വ്യക്തമായിട്ട് ആ വേദത്തിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം എന്താ, വേദത്തിൽ ഈ അറിവിൻ്റെ ഒരു സംഹിത തന്നെയാണ് അതിൽ പ്രതിപാദിക്കുന്നത്. അത് ഉപനിഷത്തിലൂടെയും പുരാണങ്ങളിലൂടെയും ഒക്കെ വ്യക്തമാക്കാൻ ശ്രമിച്ചിട്ടും ഈ മഹർഷീശ്വരന്മാരെ ഒക്കെ ശ്രമിച്ചിട്ടും ഇന്നത്തെ ലോകം അതേപ്പറ്റി ഒരു അംശം പോലും മനസ്സിലാക്കിയോ ആ ധർമാചരണം
ജീവിതത്തിൽ കൊണ്ടുവരാതിരിക്കുന്നതിൻ്റെ, അല്പം പോലും കൊണ്ടുവരാതിരിക്കുന്നതിൻ്റെ പ്രതിഫലനങ്ങളാണ് ഇന്ന് നാം ഈ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല ദുരിതങ്ങളും പ്രശ്നങ്ങൾക്കും കാരണം. ആസുരീ സമ്പത്തിൻ്റെ കടന്നു കയറ്റമാണ് ദൈവിക സമ്പത്തിനെ മറച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം ദൈവിക സമ്പത്തിനെ പ്രകാശിപ്പിച്ചാൽ മാത്രമേ ആസുരീ സമ്പത്ത് പോലും നമുക്ക് അത് യഥാവിധി ഉപയോഗിച്ച് ഭൗതികതയെ ഉപേക്ഷിക്കാൻ, ആധ്യാത്മികയിലേക്ക് വരണമെങ്കിൽ ഭൗതികത ഉപേക്ഷിക്കണം എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ആ ഭൗതികത ഇല്ലാതെ നമുക്ക് ശരീരം പോലും നിലനിർത്താൻ സാധ്യമല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ആത്മീയ ശക്തിയെ, ദൈവിക ശക്തിയെ ഉണർത്തിയാൽ മാത്രമേ ശരീരത്തെ പോലെ സംരക്ഷിച്ചുകൊണ്ട് ഭൗതിക ശക്തികളുടെ യൂട്ടിലൈസേഷൻ യഥാവിധി നടത്തി അനായാസേന ജീവിതം നയിച്ച് അനായാസേന മരണത്തിലെത്താൻ ഈ ഒരു മനുഷ്യന് സാധിക്കുകയുള്ളൂ. അതാണ് ഈശ്വര സാക്ഷാത്കാരം. അതുപോലെ വേദങ്ങളുടെ മറ്റൊരു ഭാഗത്ത് ഇങ്ങനെയും പറയുന്നു: അങ്ങയ്ക്ക് ഒന്നും ചെയ്യാനില്ല, സ്വന്തം ഇച്ഛ കൊണ്ട് തന്നെ സർവവും അങ്ങയ്ക്ക് വെളിപ്പെടും. അത്രയ്ക്ക് പൂർണ്ണമാണ് അങ്ങയുടെ ജ്ഞാനവും. ശേഷിയും അങ്ങയ്ക്ക് തുല്യനോ അങ്ങയേക്കാൾ വലിയവനോ ആയിട്ട് ഈ പ്രപഞ്ചത്തിൽ ആരുമില്ല. എല്ലാവരും അങ്ങയുടെ നിത്യദാസന്മാരായിട്ട് പ്രവർത്തിക്കുന്നു. ഇപ്രകാരം നര അപേക്ഷാത്മാവിന് കാലോ കയ്യോ കണ്ണോ ചെവിയോ മനസ്സോ ഇല്ലെന്നും, എന്നിട്ട് അദ്ദേഹത്തിന് സ്വന്തം ശക്തിയിലൂടെ പ്രവർത്തിക്കാനും ജീവാത്മാക്കളെയൊക്കെ ആവശ്യങ്ങൾ നിറവേറ്റാനും അദ്ദേഹത്തിന് കഴിയുമെന്നും വേദങ്ങൾ പറയുന്നു. ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ എല്ലായിടത്തുമുണ്ട്. അദ്ദേഹം സർവവ്യാപിയാണ്. സമസ്ത ജീവാത്മാക്കളുടെയും കയ്യ്, കാൽ, ചെവി, കണ്ണ് തുടങ്ങിയ അവയവങ്ങളെല്ലാം ചലിക്കുന്നതും പ്രവർത്തിക്കുന്നതും ജീവാത്മാവിൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ്. ആ പരമാത്മാവിൻ്റെ സാന്നിധ്യം ഇല്ലാതെ കൈകാലുകൾക്കോ ഇന്ദ്രിയങ്ങൾക്കോ ശരീരശക്തികൾക്കോ ഒന്നും തന്നെ ഒരു അണുഇട ചലിക്കാൻ പോലും സാധ്യമല്ല. കൈകാലുകളോ മറ്റ് അവയവങ്ങളോ ഇല്ലെങ്കിൽ പോലും തൻ്റെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിന് അന്യരെ ആശ്രയിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ലതാനും. ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഭഗവാനെ സംബന്ധിച്ച് ഇതൊന്നും പ്രത്യക്ഷമായ രൂപത്തിൽ നമ്മളെപ്പോലെ ഒരു വ്യക്തമായ ശരീരമോ ഇന്ദ്രിയ ശക്തികളോ ഒന്നും വ്യക്തമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ലെങ്കിലും ഭഗവാൻ അവ്യക്തമായി നിന്നുകൊണ്ട് ഇത്രയധികം ഈ ലോകത്തെ പരിപാലിക്കുന്നു, ഒന്നിനെ ആശ്രയിക്കാതെ തന്നെ നിലനിൽക്കുന്നു. അത്രയ്ക്ക് മഹത്വമുള്ളതും സമ്പൂർണനുമാണ്, സ്വതന്ത്രനുമാണ് പരമപുരുഷൻ. അതേസമയം മറ്റുള്ളവർ മുഴുവൻ തങ്ങളുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ ആശ്രയം ആവശ്യമാണ്. പരമാത്മാവിൻ്റെ പ്രചോദനവും നിർദ്ദേശങ്ങളും കൂടാതെ പ്രവർത്തിക്കാനുമാകില്ല. ആത്യന്തികമായിട്ട് പരമപുരുഷൻ തന്നെയാണ് നിരപേക്ഷ സത്യമെന്നതാണ് വാസ്തവം. തികഞ്ഞ ഭൗതികവാദികൾക്ക് കാണാൻ വയ്യാത്ത അവൻ്റെ വിഭിന്ന ശക്തികളിലൂടെയാണ് അവൻ പോലും പ്രവർത്തിക്കുന്നത്. അതിനാൽ ഭൗതികവാദികൾ അദ്ദേഹത്തെ അമൂർത്തമായോ നിർവ്യക്തമെന്നോ അരൂപമായോ കൈക്കൊള്ളുന്നു. ഉദാഹരണമായിട്ട് ഒരു പൂവിൻ്റെ ചിത്രം നോക്കുക. ആ പൂവിൻ്റെ ചിത്രത്തിൽ വർണ്ണസങ്കല്പം, രൂപസംവിധാനം തുടങ്ങിയ കാര്യങ്ങളിൽ കലാകാരൻ്റെ സവിശേഷമായ ശ്രദ്ധ ആവശ്യമായി വന്നിട്ടുണ്ടെന്ന് ഒരുവൻ അറിയാം. വിരിഞ്ഞു വരുന്ന വിവിധ പുഷ്പങ്ങളുടെ ചിത്രണത്തിൽ കലാകാരൻ്റെ പ്രവർത്തനം വ്യക്തമായിട്ട് പ്രദർശിപ്പിക്കുന്നു. എന്നാൽ പ്രകൃതിയിൽ വിരിയുന്ന യഥാർത്ഥ പുഷ്പങ്ങളുടെ കാര്യത്തിൽ എന്ന പോലെ ഇത്തരം ആവിഷ്കൃതികളിൽ ഈശ്വരൻ്റെ കൈകൾ ദർശിക്കാതെ കടുത്ത ഭൗതികവാദി നിരപേക്ഷ സത്യം അരൂപമാണെന്ന് നിഗമനത്തിലെത്തുന്നു. സത്യത്തിൽ നിരപേക്ഷ സത്യത്തിന് രൂപമുണ്ട്, പക്ഷേ അത് സ്വതന്ത്രമാണ്. അതിന് ചിത്രം വരയ്ക്കാൻ ബ്രഷോ ചായങ്ങളോ ആവശ്യമില്ല. എന്നാൽ ഒരു കലാകാരൻ്റെ സഹായം കൂടാതെ തന്നെ പൂക്കൾ താനേ വന്നതായിട്ട് തോന്നിക്ക വിധം അത്ഭുതകരമായ വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ ശക്തികൾ പ്രവർത്തിക്കുന്നത്. നിരപേക്ഷ സത്യം അരൂപമാണെന്ന വീക്ഷണം അല്പബുദ്ധികളുടേതാണ്. ഭഗവാനെ ഭക്തിപൂർവ്വം നിരന്തരം സേവിക്കാത്തവന് നിരപേക്ഷ ആത്മാവ് ഏത് രീതിയിലാണെന്ന് പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ പോലും സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ നാമം പോലും അറിയാൻ അവന് പറ്റില്ല. സ്നേഹപൂർവമായ സേവന മനോഭാവത്തിലൂടെ ഭക്തന് മാത്രമേ ഭഗവാന്റെ പ്രവർത്തനങ്ങളും വ്യക്തിഗതമായിരിക്കുന്ന രൂപങ്ങളും വെളിപ്പെട്ട് കാണുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഈ പ്രപഞ്ചത്തിന് നിറഞ്ഞു നിൽക്കുന്നതായ സകല വസ്തുക്കളിലും ഈശ്വരൻ്റെ ശക്തിയാണ്. നിരീശ്വരവാദിയിലും യുക്തിവാദിയിലും ഒക്കെ വേദങ്ങളൊക്കെ അംഗീകരിക്കാത്തവരായാലും എല്ലാവരിലും പ്രവർത്തിക്കുന്ന സകല 84 ലക്ഷം തരം ജീവജാലങ്ങളും സൂര്യചന്ദ്രാദി നക്ഷത്രഗോളങ്ങളും ഈ ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും എന്ന് വേണ്ട
എല്ലാ ചലനങ്ങളും സൃഷ്ടി തന്നെ ആരംഭിക്കുന്ന ഭഗവാന്റെ ചലനാത്മകമായ ശക്തി കൊണ്ട് തന്നെയാണ്. എന്നാൽ പ്രത്യക്ഷത്തിൽ അവ്യക്ത സ്വരൂപമായിരിക്കുന്ന ബ്രഹ്മസ്വരൂപനായിരിക്കുന്ന ഭഗവാന് ഈ പറയുന്ന വ്യക്തരൂപമില്ലാത്തതുകൊണ്ട് ആർക്കും പ്രത്യക്ഷ രൂപേണ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അത് അനുഭവത്തിലൂടെ സാക്ഷാത്കരിക്കേണ്ടതാണ്. വിശ്വാസത്തിലൂടെയും സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. അത് അനുഭവത്തിലൂടെ സാക്ഷാത്കരിച്ചാലേ അത് അന്ധവിശ്വാസമല്ലാതെ മാറുകയുള്ളൂ എന്നതാണ് സത്യം. അതുകൊണ്ട് ഭൗതികമായ രീതിയിൽ നമ്മുടെ ശരീരം മറ്റു വസ്തുക്കളൊക്കെ കാണുന്നത് പോലെയോ അനുഭവിക്കുന്നത് പോലെയോ നമുക്ക് വ്യക്തസ്വരൂപനായിട്ട് ഭഗവാനെ ഒരിക്കലും സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. നമ്മുടെ ശരീരത്തിൽ തന്നെ ഭഗവാന്റെ അംശമാണ് എല്ലാ ജീവജാലങ്ങളും. നമ്മുടെ ശരീരത്തിലും മറ്റു ജീവജാലങ്ങളും ഇരിക്കുന്ന ജീവാത്മാവ് അവ്യക്ത സ്വരൂപമായിട്ട് സ്കാൻ ചെയ്താൽ പോലും കണ്ടെടുക്കാൻ പറ്റാത്ത ശക്തി നമ്മുടെ ശരീരത്തിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ശരീരം ജീവനോട് കൂടി ഇരിക്കുന്നു, ഞാൻ എൻ്റെ എന്നൊക്കെ പറയാൻ സാധിക്കുക. ആ ജീവനില്ലെങ്കിൽ എന്താ ചെയ്യാൻ സാധിക്കുക? ആ ജീവനെ എന്നാ സ്കാൻ ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുക. കണ്ടറിഞ്ഞിട്ട് ഇതാണ് എൻ്റെ ജീവൻ എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് എപ്രകാരമാണ് സാധിക്കാൻ? അത് പ്രത്യക്ഷമാക്കി കൊടുക്കാൻ നിരീശ്വരവാദികൾക്ക് പോലും ആ ജീവൻ ശരീരത്തില്ലെങ്കിൽ ഈശ്വരൻ ഇല്ല എന്ന് പോലും പറയാൻ സാധ്യമല്ല. അവനവൻ്റെ നിലനിൽപ്പ് തന്നെ ഇതിനെ ആധാരമാക്കി എന്ത് ശക്തി കൊണ്ടാണോ നിലനിൽക്കുന്നത് എന്ന സത്യത്തെ കണ്ടെത്തിയാൽ ഈശ്വരനുണ്ടോ ഇല്ലയോ, ഈശ്വരൻ്റെ നാമത്തിൽ ഒന്നും പ്രാർത്ഥിക്കുകയോ ഈ പറയുന്ന കാട്ടിക്കൂട്ടലോ പ്രത്യക്ഷ ഭക്തിയോ ഒന്നും പ്രകടമാക്കണമെന്നൊന്നുമില്ല. പക്ഷേ നമ്മുടെ ശരീരത്തിൽ പോലും പ്രവർത്തിക്കുന്ന അവ്യക്തമായിരിക്കുന്ന ശക്തി എന്താണെന്ന് സ്വയം ബോധം ഉണ്ടാകണം. ആത്മവിചാരം ചെയ്ത് ആ ബോധത്തെയാണ് ഇവിടെ ഈശ്വരൻ എന്ന സങ്കല്പത്തിൽ ഭാരതീയ ധർമ്മത്തിൽ ഋഷീശ്വരന്മാർ സങ്കല്പത്തിൽ കൊണ്ടുവന്നത്. അത് വിവിധ രൂപേണ മായാസ്വരൂപൻ പെട്ടെന്ന് വ്യക്തമല്ലാത്തത് കൊണ്ട് അതിനെ വിഗ്രഹരൂപമൊക്കെ നൽകി ഉപാധി രൂപത്തിൽ വച്ച് പൂജിക്കാമെന്ന് ശ്രീകൃഷ്ണൻ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് നമ്മൾ. കാരണം ഭഗവാൻ തന്നെ മനുഷ്യജന്മം എടുത്തുകൊണ്ട് വന്ന് ആദ്യം ചെയ്ത് കാണിച്ചത് എങ്ങനെയാണ് ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ സാധിക്കുക എന്ന് നിത്യനൈമിത്യ കർമ്മങ്ങളിലൂടെ ഭഗവാൻ തന്നെ കാണിച്ചു തന്നു. ഒന്നിനോട് അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ നിസ്സംഗഭാവത്തിൽ നിന്ന് ഒരു മനുഷ്യൻ തൻ്റെ ആയുസ് എങ്ങനെയാണ് പൂർത്തീകരിക്കേണ്ടത്, മനുഷ്യധർമ്മം എന്താണെന്ന് ഭഗവാൻ ചെയ്ത് കാണിച്ചു തന്നു. അതാണ് പൂർണ്ണ അവതാരത്തിൻ്റെ ലക്ഷ്യവും. അപ്പോൾ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ ഭഗവാൻ അനുഭവത്തിലൂടെ മനസ്സിലാക്കി നമ്മളെ ചെയ്ത് മാതൃകാരൂപേണ നമ്മളെ കാണിച്ചു തന്നു. എന്നിട്ടും അതൊന്ന് മനസ്സിലാക്കാൻ കൂടെയുള്ളവർക്ക് പോലും സാധിച്ചില്ലെങ്കിൽ നമ്മൾ പിന്നീടുള്ള പല തലമുറകളിലൂടെ വന്നിരിക്കുന്ന ഈ അറിവ്, ഈ ശ്രീകൃഷ്ണ ചരിതാമൃതം തന്നെ ഭാഗവതത്തിലൂടെ മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കാത്തതിൻ്റെ പരിണതഫലമാണ് ഇതൊക്കെ പ്രത്യക്ഷ രൂപേണ നമ്മളിതൊക്കെ ആചരിക്കുന്നുണ്ടെങ്കിലും വ്യക്തിരൂപേണ നമ്മൾ ഇതിനെ മനസ്സിലാക്കിക്കൊണ്ടൊന്നും ചെയ്യുന്നില്ല. കുറേ ക്ഷേത്രങ്ങൾ ദർശനം നടത്തുക, അല്ലെങ്കിൽ തീർത്ഥാടനം നടത്തുക, അന്നദാനം നടത്തുക, സത്സംഗങ്ങൾ നടത്തുക, പാരായണങ്ങൾ നടത്തുക എന്നൊക്കെ പറയുമ്പോഴും അവ്യക്ത സ്വരൂപമായിരിക്കുന്ന തൻ്റെ ഉള്ളിൽ തന്നെയുള്ള ശക്തിയെ നമ്മൾ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും സാക്ഷാത്കരിക്കാത്തോളം കാലം ഈ പ്രയത്നങ്ങളൊക്കെ വ്യർത്ഥമായി ഭവിക്കുമെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭോക്താരം യജ്ഞതപസാം എന്നാണ് സർവലോക മഹേശ്വരം എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നത് ഓർത്തിരിക്കുക. എല്ലാം തരം യാഗങ്ങളുടെയും തപോ അനുഷ്ഠാനങ്ങളുടെയും ഫലഭോക്താവ് ഭഗവാൻ തന്നെയാണ്. സർവലോക മഹേശ്വരം എന്ന് വച്ചാൽ എല്ലാ ലോകങ്ങൾക്കും നാഥൻ മഹേശ്വരനായിരിക്കുന്നത് നാം തന്നെയാകുന്നു എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ അതാണ് പരമപുരുഷന്റെ സ്ഥിതി. വൃന്ദാവനത്തിൽ സന്നിധാനം ചെയ്ത് നിത്യസംബന്ധികളായിരിക്കുന്ന ഗോപകുമാരന്മാരോടും ഒപ്പം അദ്ദേഹം അതീന്ദ്രിയ ആനന്ദം അനുഭവിക്കുന്നുണ്ടെങ്കിലും പ്രപഞ്ചമെമ്പാടും അദ്ദേഹത്തിൻ്റെ ശക്തികൾ മുഴുവൻ അതേ നിമിഷം തന്നെ പ്രവർത്തിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. അവിടുത്തെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ടാണ് അതൊക്കെ പ്രവർത്തിക്കുന്നത്. അവയൊന്നും അദ്ദേഹത്തിൻ്റെ ശാശ്വത ലീലകളെ അലോസരപ്പെടുന്നുമില്ല. ഭഗവാൻ ഏതിലൊക്കെ എന്തൊക്കെ രൂപത്തിൽ ഏതൊക്കെ അവതാരം എടുത്തുകൊണ്ട് വിവിധ രൂപങ്ങളിൽ വന്ന് പല കാര്യങ്ങൾ കർമ്മങ്ങൾ നമ്മളെ ചെയ്ത് കാണിച്ചു തരുമ്പോഴും തൻ്റെ കർത്തവ്യത്തിൽ നിന്ന് ഒരിക്കലും അല്പം പോലും ലീവ് എടുത്തിട്ടില്ല, വ്യതിചരിച്ചിട്ടില്ല. നമ്മളെന്തെങ്കിലും ഒരു കാര്യം ഈശ്വരകാര്യത്തിന് തന്നെ പോകണമെങ്കിൽ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ ലീവ് എടുത്തുകൊണ്ട് വേണം പോകാൻ. അപ്പോൾ ഒന്ന് ഉപേക്ഷിച്ചിട്ടാണ് നമ്മളൊന്ന് നേടാൻ ശ്രമിക്കാം. ഭഗവാനെ സംബന്ധിച്ച് എല്ലാത്തിലും ഇടപെട്ടുകൊണ്ട് എല്ലാത്തിലും വ്യാപരിച്ചുകൊണ്ട് നമുക്ക് പോലും സങ്കല്പിക്കാൻ പറ്റാത്ത വിധത്തിൽ ലോകപരിപാലനം അപ്പോഴും നടന്നുകൊണ്ടായി. ഇപ്പോൾ ശ്രീകൃഷ്ണാവതാരം എടുത്തുകൊണ്ട് പർട്ടിക്കുലർ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മനുഷ്യ ശരീരം എടുത്ത് അവതാരം എടുത്തിട്ടും ആ സമയത്തും ലോകപരിപാലനത്തിൽ നിന്ന് ഭഗവാൻ ഒരിക്കലും ലീവ് എടുക്കുകയോ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം.
അതാണ് ഭഗവാന്റെ സർവ്വവ്യാപിത്വം. നമ്മുടെ ഉള്ളിലും ഭഗവാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഭഗവാൻ വ്യക്തിരൂപേണയും പ്രവർത്തിക്കുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റൊന്ന് വിട്ടിട്ട് വേണം ഒന്ന് ചെയ്യാൻ എന്നുള്ള ധാരണയിലാണ് നിൽക്കുക. കാരണം നമുക്ക് അത്രമാത്രം മായയിൽപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്കത് അങ്ങനെ സംഭവിക്കുക. എല്ലാത്തിലും വ്യാപരിക്കുന്ന ഈശ്വരൻ എപ്രകാരം കർമ്മം ചെയ്യുന്നു, അതാണ് ഭഗവാൻ. ഞാൻ എങ്ങനെ കർമ്മം ചെയ്യുന്നു അതേപോലെ നിങ്ങളും ചെയ്യാനാണ് പറഞ്ഞിരിക്കുക. ദേവാൻ ഭാവയതാൻ ഏനദേ ദേവ. ആ ശക്തിയിലേക്ക് നമ്മൾ മുഴുവനായിട്ട് മായയിൽ നിന്ന് മുക്തമായാൽ ഭഗവാൻ എപ്രകാരം പ്രവർത്തിച്ചോ അതേപോലെ പ്രവർത്തിക്കാനുള്ള ക്ഷമതയും ശക്തിയും ദൈവിക ഗുണങ്ങളും നമ്മുടെ ഉള്ളിൽ തന്നെ ഭഗവാൻ സ്വരൂപമായിട്ട് തന്നെ നമ്മുടെ ഉള്ളിൽ അന്തർയാമിയായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കാത്തതാണ് നമുക്ക് പ്രശ്നം. ഈശ്വരനെ എപ്പോഴും രണ്ടായിട്ട് കാണും. എൻ്റെ ഉള്ളിലിരിക്കുന്ന അല്ല പുറത്തിരിക്കുന്ന ഈശ്വരൻ തോന്നിക്കഴിഞ്ഞാൽ രണ്ടായിട്ട് എന്ന് വരെ സങ്കല്പിക്കുന്നോ രണ്ടായിട്ട് തന്നെ നിലനിൽക്കും. ഒന്നായിക തിന്നൈക രണ്ടെന്ന് കണ്ടളവിൽ എന്ന ഹരിനാമകീർത്തനത്തിൽ പാടുന്നുണ്ടല്ലോ. ഈ രണ്ടായിട്ട് കാണുന്നിടത്തോളം കാലം ഈശ്വര സാക്ഷാത്കാരം ഒരു ജന്മത്തിലും സാധ്യമല്ല. ഏത് കാലത്ത് തന്നെ തൻ്റെ സങ്കല്പാതീതമായിരിക്കുന്ന ശക്തിവിശേഷങ്ങൾ കൊണ്ട് സ്വരൂപമായും അരൂപമായും എങ്ങനെയാണ് പരമപുരുഷൻ പ്രവർത്തിക്കുന്നത് എന്ന് ഭക്തിമാർഗത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. അല്ലാതെ ഇതെങ്ങനെ സാധിക്കുക? നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ അരോചകമായിട്ട് തോന്നും. ഇതെങ്ങനെ സാധിക്കുക? ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ച ഒരു അവതാരം മുഴുവൻ ചെയ്യുമ്പോഴും ഈ പ്രപഞ്ച പരിപാലനത്തിൻ്റെ യാതൊരുവിധ കോട്ടവും വരുത്താതെ അതിൻ്റെ സ്ഥിതി നിലനിർത്തുകയും അതിൻ്റെ എല്ലാവിധ അവസാത്രയങ്ങളെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നിമിഷം ചലിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ ഭഗവാന്റെ സർവ്വവ്യാപത്തിൻ്റെ പ്രതീകാത്മകമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അത് രാമനായിട്ട് അവതരിപ്പിച്ചാലായാലും പരശുരാമായിട്ടോ ഏതേത് അവതാരങ്ങളിൽ പ്രത്യക്ഷ രൂപേണ വന്നിട്ടുണ്ടെങ്കിലും ഭഗവാന്റെ ഡ്യൂട്ടി ഒരിക്കലും വിട്ടു നിന്നിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കി. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.